ഹലോ ഹായ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടെന്ന് പറഞ്ഞാൽ 1100 സ്ക്വയർ ഫീറ്റ് പണി പറിച്ചിരിക്കുന്ന വീടാണ്. നമസ്കാരമുണ്ട്, എൻ്റെ പേര് അച്ചൻകുഞ്ഞാണ്. സമയം എടുത്ത് ഏകദേശം ഇത് ഏകദേശം ഒരു 4 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. 1100 സ്ക്വയർ ഫീറ്റ് 1100 സ്ക്വയർ ഫീറ്റ്. അതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ആദ്യം ഇതിൻ്റെ പ്ലിന്ത് വാർത്തിരിക്കുന്നത് കുട്ടി ഫിൽറ്റർ കൊടുത്ത് ബീമേലാണ് ചെയ്തിരിക്കുന്നത്. കല്ല് ഉപയോഗിച്ചിട്ടില്ല. അതല്ല, വാർപ്പ് ചെയ്തിട്ട് ഇത് എങ്ങനെയത് ബീം ചേർത്തേക്കോണോ? ബീമാണ് മൊത്തം കൊടുത്തിട്ട് കുട്ടി ഫിൽറ്റർ കൊടുത്തുകൊണ്ട് ബീം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മേളിൽ 8, 6, 12 സൈസ് കട്ടയാണ് കൊടുത്തിരിക്കുന്നത്. കട്ട കൊടുത്ത് കെട്ടി പിന്നെ ആവശ്യാനുസരണം ജനല് കട്ടള ഇതെല്ലാം കൊടുത്ത് പൂർത്തീകരിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് കൂര കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പർഗോള കൊടുത്തിട്ടുണ്ട്. മറ്റ് സൈഡുകളിൽ ആവശ്യാനുസരണം ബോക്സ് കൊടുത്തുകൊണ്ട് അതിൽ ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം ഗ്രില്ല് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ വീതി നീളം എന്ന് പറയുന്നത് 9.5 സൈസാണ് ചെയ്തിരിക്കുന്നത്. ഇതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ലംബോത്ര ഗ്രാനൈറ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം വീണാൽ തെന്നുവോ അല്ലെങ്കിൽ ഇറച്ചിലടിച്ച് വെള്ളം വീണ് കിടക്കുന്ന സമയത്ത് പലയിടത്തും തെന്നി വീഴുന്ന പതിവുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുകയായിരുന്നു. നല്ല ഗ്രിപ്പാണ്. ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഫ്രഞ്ച് ജെല്ലാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 അടി ഹൈറ്റ്, വീതി 3.5 അടി, 2 പാളി 3.5 അടി. അതിൻ്റെ പാളിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നമ്മൾ LED ബൾബ്, അതിന് ബാമിൻ്റെ ഉണ്ട്, വൈറ്റിൻ്റെ ഉണ്ട്, 2 ഐറ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇത് ഡോറ്. ഇതിൻ്റെ തടി എന്ന് പറയുന്നത് കട്ടള വേങ്ങയും ഡോറ് പ്യൂർ തേക്കിൻ്റെയാണ് കൊത്തുപണിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇതിന് തന്നെ ഒരു 35 രൂപ മേളിൽ ഈ ജനൽ കട്ടളയുടെ ഉരുപ്പിടിക്കും ഡോറിനും കൂടി ആയിട്ടുണ്ട്. കട്ടളയ്ക്ക് ഈ വാതിലിന് വേണ്ടി മാത്രം എത്ര? 35 രൂപ ആയിട്ടുണ്ടല്ലേ? അത്രയും നമ്മുടെ കൊണ്ടുവരണം. നമ്മുടെ ഈ വീടിൻ്റെ ഹാളിലേക്കാണ് ഇപ്പം കയറിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ളവർ പറയട്ടെ. നമസ്കാരം. പേരെന്ന് പറയാൻ ബൈജു. എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവർ. ഓക്കെ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളാണ് കിട്ടിയേക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കജേരിയുടെ 4x2 ടൈലാണ് ഉപയോഗിച്ചേക്കുന്നത്. കജേരിയ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കബോർഡൊക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ടല്ലേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതില് ഈ പെയിന്റിങ് റോയൽ പ്ലേയുടെ റോയൽ പ്ലേ അല്ലേ? അതെ. ഈ കളറ് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, കുട്ടികളൊക്കെ ഉള്ള അവർക്കും ഭയങ്കര ഇതാ. ഇവിടെ നമ്മളൊരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഷോക്കേസ് ചെയ്തേക്കുന്നത് ഇത് ഫെറോസ്ലാബിലാണ് ചെയ്തേക്കുന്നത്. അതെ, ഫെറോസ്ലാബിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് സൈഡ് ഇതിൽ അലുമിനിയത്തിൽ ചെയ്തേക്കുന്നത്. പൈസ ലാഭം കിട്ടും. മറ്റേ തടിയായിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല അലുമിനിയത്തിൽ ചെയ്യുന്നത്. അതെ. നമുക്കിവിടെ 3 ബെഡ്റൂമുകളുള്ളത്. അതിൽ ഇത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഡോർ വന്ന് ഇത് റെഡിമെയ്ഡ് ഡോറാണ് ഉപയോഗിച്ചേക്കുന്നത്. റെഡിമെയ്ഡ് അല്ലേ? അതെ. ഇത് മറ്റേ തടിയുടെ ഒക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് വരും, പൈസ കൂടുതലാണ്. അതെ. ഇതാകുമ്പോൾ ഒരു 3000 രൂപ താഴെ ആവുന്നുള്ളൂ. നല്ല ഡിസൈൻ 3000 രൂപ മാത്രമേ ആവും. അതിൽ നല്ല ഡിസൈനും കിട്ടുന്നുണ്ട് ഡോറയില്. ഈട് നിൽക്കും. അതെ, ഈട് നിൽക്കും. ഇങ്ങോട്ട് ഇത് 3 ആളിയുടെ 2 ജനൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, വെളിച്ചവും കിട്ടും. അതെ. ഇനി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ടൈല് 2x2 ടൈല് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിന് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ശരി. ഹാളിലെ സൈഡിലായിട്ട് നമ്മളൊരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. റൂമുകളിലെല്ലാം തന്നെ ഈ 2x2 ടൈല ഉപയോഗിച്ചേക്കുന്നത്. എല്ലാ റൂമുകളിലും. അതെ. പിന്നെ ഇതിലും 3 ഡോറിന്റെ സൈസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. റൂം ഇച്ചിരി ചെറുതായിരുന്നു. ബെഡ്റൂമായി മേടിച്ച് റൂം ചെറുതല്ലേ? അതെ. ഇത് നമ്മുടെ 3ാമത്തെ റൂമാണ്. ഈ ഡോറ് മറ്റേ ഡോറിനേക്കാളൊക്കെ ഒരു ഡിസൈൻ വ്യത്യാസം വില കൂടുതലുണ്ട്. ഒരു 800 രൂപയുടെ വ്യത്യാസമുണ്ട് ഇതിന്. 800 രൂപ വ്യത്യാസം ഉള്ളൂ. പക്ഷെ നല്ല ഡിസൈനാ. ശരി. ഇത് ആ ടൈലെല്ലാം സെയിം തന്നെയാ. ഇതില് ഒരു പാളി 3 എണ്ണം, 1 2 എണ്ണം ഉള്ളൂ ജനല്. ഒരെണ്ണത്തിന് 2 പാളി വെച്ചിട്ടുള്ളൂ അല്ലേ? മറ്റേ ബാക്കിയെല്ലാം 3 പാളി ഉണ്ടായിരുന്നു. ശരി. ഓക്കെ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമുക്ക് 2 അടുക്കളയാണുള്ളത്.
നമ്മൾ റാക്ക് എന്ന കമ്പനിയുടെ ടൈലാണ് നമ്മുടെ അടുക്കളയിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? റാക്ക് എന്ന് പറയുന്ന കമ്പനി ബ്രാൻഡ്. പിന്നെ നമ്മൾ അത്യാവശ്യം ഗ്രാനൈറ്റ് ആണ് ഇവിടെ അടുക്കളയിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ വായുസഞ്ചാരത്തിനും ഭക്ഷണം ഇതിനെല്ലാം വേണ്ടി ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് 3 പാളിയുള്ള ജനലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് സിങ്കും അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ അത്യാവശ്യം കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് കബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അടിയിലും അത്യാവശ്യം കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അടുക്കളയിലോട്ട് പോവാം. ഇതിവിടെ നമ്മൾ ഗ്രാനൈറ്റ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അടുക്കള പിടിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വെട്ടം സൗകര്യത്തിന് വേണ്ടി 3 പാളിയുള്ള ജനൽ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യമുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മള് ഷെൽഫാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അടപ്പൊന്നും ഇട്ടിട്ടില്ല, എന്നാലും പാത്രങ്ങളൊക്കെ അടുക്കി അപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് കുറച്ചുകൂടെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടി ഈ ഒരു ഏരിയ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് പിടിപ്പിച്ചേക്കുന്ന ആലുവ, പുകയില്ലാത്ത അടുപ്പ്, ആലുവ അടുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആലുവ അടുപ്പ് അല്ലേ? ഇത്രയാണ് ഞങ്ങൾക്ക് ഈ ചെറിയ വീടിനകത്തുള്ള സൗകര്യങ്ങൾ. ഈ വീട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഏകദേശം ഒരു 1100 സ്ക്വയർ ഫീറ്റ് ആണ്. 1200 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ വീട് പണിതിരിക്കുന്നത്. അതിനകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈല്, അവരുടെ ഗ്രാനൈറ്റ്, മറ്റ് കബോർഡ് വർക്കുകൾ, സാനിറ്ററി ഐറ്റംസ് എല്ലാം അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത്. അങ്ങനെയാണ് വർക്ക്. ഇതിൻ്റെ ഏകദേശം നമുക്കൊരു 4 മാസത്തിൽ കൂടുതൽ വർക്കിന് എടുത്തിട്ടില്ല. എടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ട് മാത്രമേ അടുത്ത വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. എത്ര രൂപയാണെന്നും കൂടെ ഒന്ന് പറയാം. അത് ഇതിന് 19 ലക്ഷം രൂപയാണ് പണി പൂർത്തീകരിച്ചപ്പോൾ 19 ലക്ഷം രൂപ ആയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.